നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭീകരതയെ പൂർണ്ണമായും തച്ചു തകർക്കാനുള്ള നീക്കമാണ് നിലവിൽ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഭീകരതയുടെ വേരറുത്ത് പല മേഖലയിലും അതിഭീകരമായ വ്യോമാക്രമണം നടത്തി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ കൊന്നൊടുക്കിയതായി ട്രംപ് തന്നെ വ്യക്തമാക്കുന്നു. പനാമ തൊട്ട് ഗ്രീൻലൻഡ് വരെ പറന്നു കിടക്കുന്ന സാമ്രാജ്യത്തെ കൈപ്പിടിയിലാക്കി കാനഡയെ 51ാമത്തെ സംസ്ഥാനമാക്കി മാറ്റി മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് മാറ്റി മുന്നോട്ട് പോവുകയാണ് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ റഷ്യയ്ക്കും ചൈനയ്ക്കുമൊക്കെ തന്നെ ഭീഷണി ഉയർത്തി ട്രംപിൻ്റെ തേർവാഴ്ച. ലോകരാജ്യങ്ങളുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ട്രംപ് കടുത്ത നിലപാടുകൾ ഇങ്ങനെ സ്വീകരിച്ചു പോരുന്നതും ഓരോ ദിവസം ലോകരാജ്യങ്ങൾ അതിനെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നതും. തൻ്റെ രാജ്യത്തിന് ഭീഷണിയായി വരുന്ന എന്തിനേയും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമാണ് ട്രംപിന് മുന്നിൽ ഇപ്പോഴുള്ളത്. അതിൻ്റെ ഭാഗമായി ഭീകരരെയും ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുദാഹരണമായ ഒരു നീക്കം തന്നെയാണ് ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ അവിടെ വേരുറപ്പിച്ച, അവിടെ ഇപ്പോൾ വലിയ തോതിൽ ശക്തി കേന്ദ്രമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഒട്ടനവധി ഭീകരർ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗുഹകളിൽ ഒളിച്ചിരുന്ന ഭീകരരെയാണ് തങ്ങൾ കൊലപ്പെടുത്തിയതെന്നും സാധാരണ ജനങ്ങൾക്ക് മേൽ ആപത്തൊന്നും വരാത്ത രീതിയിൽ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണം തന്നെയാണ് തങ്ങൾ നടത്തിയതെന്നാണ് ട്രംപിൻ്റെ സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ നൽകിയ നിർദ്ദേശം അനുസരിച്ച് അമേരിക്കൻ സൈന്യം വളരെ പക്വമായി കൃത്യമായി ഈ ആക്രമണം നടപ്പിലാക്കി. എന്നാൽ എത്ര പേർ മരിച്ചു എന്ന കാര്യം ഈ അവസരത്തിൽ പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇനി വരും മണിക്കൂറിൽ മാത്രമായിരിക്കും പുറത്തു വരുന്നത്. രാജ്യത്തിൻ്റെ വടക്കൻ മേഖലയിലെ മുതിർന്ന IS നേതൃത്വത്തെ ലക്ഷ്യമിട്ട് തന്നെയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത്. ഇക്കാര്യം തങ്ങളെ അറിയിച്ചിരുന്നുവെന്നുകൂടി സൊമാലിയൻ പ്രസിഡന്റ് ഓഫീസ് എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. സൊമാലിയൻ ഗവൺമെന്റ് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ISന്റെ മുതിർന്ന നേതാവിനെയും ഈ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ട്രംപ് തന്നെ പറയുന്നു. പക്ഷേ ആ നേതാവിൻ്റെ പേര് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്തായിരുന്നാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. സൊമാലിയയിലെ വിദൂര മേഖലകളിലെ ഗുഹകളിൽ ഒളിച്ചു താമസിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ഭീകര പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്കും സഖ്യ കക്ഷികൾക്കുമൊക്കെ തന്നെ ഭീഷണിയായി ഇക്കാലമൊക്കെ മാറിയിരുന്നു. അന്താരാഷ്ട്ര ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ അമേരിക്കയുടെ അചഞ്ചലമായ പിന്തുണ അംഗീകരിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കത്തിന് പിന്നാലെ വ്യക്തമാക്കിയത്. ട്രംപിൻ്റെ നിർണായക നേതൃത്വത്തിന് കീഴിലുള്ള തുടർച്ചയായ പ്രതിബദ്ധതയെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും സൊമാലിയൻ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് എക്സ് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പുതിയ ഓപ്പറേഷൻ നടത്തിയതിന് പിന്നാലെ തീവ്രവാദ ഭീഷണികളെ ചെറുക്കാനും സൊമാലിയയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ സുരക്ഷാ പങ്കാളിത്തം ലോകത്തിന് മുന്നിൽ തന്നെ വിളിച്ചോതാനും അത് ശക്തിപ്പെടുത്തുന്നതുമായിട്ടുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ എടുത്തു പറയേണ്ടത്. 2010-കളിൽ പ്രത്യേകിച്ചും സിറിയയിലും ഇറാഖിലും IS അന്താരാഷ്ട്ര മേഖലയിലേക്ക് ഉയർന്നു വന്ന സമയം, വലിയൊരു തോതിൽ അവർ വേരോട്ടം ഉറപ്പിച്ച സമയം. പക്ഷേ പിന്നീട് അതൊക്കെ തന്നെ വേരറുക്കുന്ന നടപടികളിലേക്ക് അമേരിക്ക കടന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അധികം സാന്നിധ്യം പ്രധാനമായും അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ്. പ്രത്യേകിച്ചും സൊമാലിയൻ മേഖലയിലൊക്കെ തന്നെ. സൊമാലിയയിലെ ഏറ്റവും വലിയ ജിഹാദി ഗ്രൂപ്പായ അൽ ഖ്വയ്ദയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഷബാബ് ഗ്രൂപ്പിൽ നിന്ന് 2015-ലാണ് ISന്റെ സൊമാലിയൻ ശാഖ അങ്ങനെ രൂപീകൃതമായത്. സൊമാലിയയിലെ IS ആകട്ടെ പ്രദേശവാസികളെ കൊള്ളയടിച്ച് അവരുടെ പണവും സമ്പത്തുമൊക്കെ തന്നെ കവർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ കുപ്രസിദ്ധമാണ്. ഏറ്റവും പ്രധാനമായി ചെറിയ തോതിലുള്ള ഇടയ്ക്കുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചുള്ള ഒരാവലാതി. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറുടെ അമേരിക്കൻ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനെ അങ്ങേയറ്റം കുറ്റപ്പെടുത്തിയാണ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. സൈന്യം വർഷങ്ങളായി സൊമാലിയയിലെ IS ആസൂത്രകനെ രക്ഷമിട്ടുവെങ്കിലും ബൈഡനോ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനോ ഇതുവരെയും ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനൊക്കെ തന്നെ താൻ വേണ്ടി വന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇതുകൂടാതെ ISന് വലിയൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തെ ഏത് ഭാഗത്തായിരുന്നാലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഏത് രാജ്യത്തിനും ഭീഷണിയായി തന്നെയാണ് വരുന്നത്. അത് അമേരിക്കയെ തന്നെയാണ് ഏറ്റവും അധികം അലോസരപ്പെടുത്തുന്നത്. ISനും അമേരിക്കക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടതെന്നാണ് ട്രംപ് പറയുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് ഗുഹയിൽ ഒളിച്ചാലും ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തി നശിപ്പിക്കും. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം അമേരിക്കൻ സൈന്യത്തിൻ്റെ ആദ്യത്തെ സൈനിക നടപടിയായി കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. സൊമാലിയൻ സർക്കാരുമായി ഏകോപിപ്പിച്ച് ഈ സൈനിക നടപടി വളരെ വ്യക്തമായി തന്നെ നടത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളാണ് സൊമാലിയയിൽ താമസിച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതും രാജ്യത്തിന് പുറത്തായി ഭീകരതയുടെ വേരോട്ടം നടത്താനായി ശ്രമിക്കുന്നതും. ഈ രാജ്യത്തുണ്ടാകുന്ന ഒട്ടനവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ IS തന്നെയാണ്. അവരെ ലക്ഷ്യമിട്ട് നേരത്തെയും അമേരിക്ക
പലതവണ ആക്രമണം നടത്തിയിരുന്നു. 2020 വൈറ്റ് ഹൗസ് വിടുന്നതിന് മുൻപ് ട്രംപ് സ്വീകരിച്ച ഏറ്റവും അവസാനത്തെ നടപടികളിലൊന്നും നൂറുകണക്കിന് അമേരിക്കൻ സൈനികരെ സൊമാലിയയിൽ നിന്നും പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. തിരിച്ചെത്തി കേവലം 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തിന് നേരെ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിന് അദ്ദേഹം അപ്പോൾ തന്നെ ഉത്തരവിട്ടു. 9/11 ശേഷമുള്ള ആക്രമണത്തിൽ അതിന് പിന്നാലെ അമേരിക്കയുടെ ഇടപെടൽ അവസാനിപ്പിക്കാൻ ബൈഡൻ ആഗ്രഹിച്ചപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ സംഘർഷങ്ങളിൽ അമേരിക്ക ഇടപെടരുത് എന്നാണ് ട്രംപിന്റെ അഭിപ്രായവും. അതേസമയം മറ്റൊരു നീക്കം കൂടി ട്രംപ് നടത്തുന്നത് ലോകരാജ്യങ്ങളെയൊക്കെ തന്നെ ഭീതിയിൽ ആഴ്ത്തുന്നുണ്ട്. അയൽരാജ്യമായ കാനഡയെ തന്നെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കുന്നു. ഒരു കാലത്തേറെ ഏറ്റെടുക്കലിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ ട്രംപ് ഇപ്പോൾ രാജ്യത്തെ തന്നെ വികസിപ്പിക്കാൻ പോവുകയാണ്. കാനഡയും അമേരിക്കയും ഒന്നിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. കന്യാകുമാരി മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടുകിടക്കുന്ന അഖണ്ഡ ഭാരതമെന്ന പഴയ ഹിന്ദു മഹാസഭയുടെ വാദം പോലെ തന്നെയാണ്, പ്രത്യയശാസ്ത്രപരമായ ഒരു വാദമാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാനഡയെ കൂടാതെ ട്രംപ് 3 പ്രധാന രാജ്യങ്ങളെയാണ് അമേരിക്കയുമായി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നത്. അതിനുവേണ്ടി സൈനികരെ അടക്കം വിന്യസിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി പനാമ കനാലും ഗ്രീൻലൻഡും സ്വന്തമാക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. കാനഡ അമേരിക്കയുമായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനിത് വാങ്ങിക്കൊള്ളാമെന്ന് കൂടിയാണ് ട്രംപ് ഒരു വ്യവസായിയെ പോലെ തന്നെ സംസാരിക്കുന്നത്. ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങളെ വലിയ ഭീതിയിലേക്ക് തന്നെയാണ് തള്ളിവിടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.